CPI പ്രവർത്തകർ പെരുമ്പാവൂരിൽ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. PM ശ്രീ പദ്ധതി നടപ്പിലാക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെയായിരുന്നു പ്രതിഷേധ മാർച്ച്. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK അഷ്റഫ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. PM ശ്രീ പദ്ധതി വിദ്യാഭ്യാസ മേഖലയെ തകർക്കുമെന്ന ആരോപണവുമായി CPI പ്രവർത്തകർ പെരുമ്പാവൂരിൽ താലൂക്ക് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു. PM ശ്രീ പദ്ധതി നടപ്പിലാക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ സംഘടിപ്പിച്ച പ്രതിഷേധം CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഗവൺമെന്റ് കേരളത്തിൽ PM ശ്രീ പദ്ധതി വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നതിനെതിരെയാണ് CPI അതിൻ്റെ പ്രതിഷേധം വളരെ നേരത്തെ അറിയിച്ചിട്ടുള്ളതാണ്. LDF കാലഘട്ടത്തിൽ തന്നെ ഈ PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത് വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നതിന് മാത്രമേ ഉപകരിക്കൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിലിരുന്ന സന്ദർഭത്തിൽ ആ ഗവൺമെൻറ്റിന് ഇടയിൽ ഈ അഭിപ്രായങ്ങൾ തുറന്നു പറയുകയും അത് നിർത്തിവെക്കാൻ ആവശ്യമായ ക്യാബിനറ്റ് തീരുമാനം കേന്ദ്ര ഗവൺമെൻറ് കൈമാറുകയും ഉണ്ടായതാണ്. എന്നാൽ UDF ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ PM ശ്രീ പദ്ധതി വീണ്ടും നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് UDF ഗവൺമെൻറ് നടത്തുന്നത്. ഞങ്ങൾ ബലമായി സംശയിക്കുന്നത് ഇതൊരു കോൺഗ്രസ് BJP ഡീലാണ് എന്ന് പോലും സംശയിക്കപ്പെടുന്നു. കാരണം 5 വർഷക്കാലമാണ് PM ശ്രീ പദ്ധതിയുടെ കാലാവധി. 2022-23 വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ 26-27 വരെയാണ് അതിൻ്റെ കാലാവധി. UDF ഗവൺമെൻറ്റിന് ഇനി ഏറ്റവും കൂടി വന്നാൽ 1 വർഷക്കാലം മാത്രമേ ഈ കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ കഴിയൂ. അപ്പോൾ അവസാനിക്കാൻ പോകുന്ന 1 വർഷക്കാലം കൊണ്ട് വിദ്യാഭ്യാസ മേഖലയ്ക്ക് കാര്യമായി ഒരു ഗുണവും സാമ്പത്തിക ഗുണവും ചെയ്യാത്ത ഒരു മേഖലയിൽ ഇത്ര അപകടകരമായ ഒരു PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് UDF തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിനകത്ത് മാനിഫെസ്റ്റോയിലും UDF പറഞ്ഞതിന് വിരുദ്ധമായ ഒരു നിലപാടാണ് UDF അധികാരത്തിൽ വന്നതിന് ശേഷം സ്വീകരിക്കുന്നത്. PK രാജീവൻ അധ്യക്ഷത വഹിച്ചു. AS അനിൽകുമാർ ആമുഖ പ്രഭാഷണം നടത്തി. നേതാക്കളായ രാജേഷ് കാവുങ്കൽ, CV ശശി, KP റെജിമോൻ, ജയ അരുൺകുമാർ, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ C മനോജ്, VM ഷാജി, ഫൗസിയ സുലൈമാൻ, PT പ്രസാദ്, ഹരി പ്ലാവിഡ, അഡ്വക്കേറ്റ് വിമൽ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. അത്തരത്തിലുള്ള പുതിയ നിലപാടിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ഏതറ്റം വരെ പോയാലും PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പുതിയ വിദ്യാഭ്യാസ നയം, രാജ്യത്തിന്റെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP എന്ന് പറയുന്ന പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുന്നതാണ്. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആക്ഷേപവും പ്രതിഷേധവും ഈ പുതിയ പാഠ്യപദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിന്റെ സിലബസ്, അതിന്റെ കരിക്കുലം, അതിന്റെ പാഠ്യപദ്ധതി അത് ചരിത്രത്തിന്റെ അപനിർമ്മിതി ആകരുത് എന്നാണ് ഞങ്ങളുടെ നിലപാട്. മുൻപും ഈ നിലപാട് തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ചരിത്ര ആഖ്യാനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ചരിത്ര പുരുഷന്മാരെയും ചരിത്ര നേതാക്കന്മാരെയും ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പോരാടിയിട്ടുള്ള നിരവധി രാജാക്കന്മാരെയും ചക്രവർത്തിമാരുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും എല്ലാം പോരാട്ടങ്ങളെ മറന്നുകൊണ്ട് RSSന്റെയും സംഘപരിവാറിന്റെയും മനുസ്മൃതിയുടെയും അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ചില ആളുകളെ മാത്രം ചരിത്രകാരന്മാരും ചരിത്ര നേതാക്കന്മാരുമാക്കി മാറ്റുവാനുള്ള ബോധപൂർവമായ പരിശ്രമമാണ് ഈ പാഠ്യപദ്ധതിയിൽ കൂടി നടത്തുന്നത് എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആക്ഷേപം.
തീർച്ചയായും അതിന് നല്ല വശങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഞാൻ ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇന്നലെ AIYF-ന്റെയും AISF-ന്റെയും പ്രവർത്തകർ നടത്തിയ നിയമസഭാ മാർച്ച്, സെക്രട്ടേറിയറ്റ് മാർച്ചിനെ നേരിട്ടത് സതീശന്റെ ഗവൺമെന്റ് നേരിട്ടത് മലിനജലം ഉപയോഗിച്ചാണ്. തീർച്ചയായും നമുക്കറിയാം, ആ മലിനജലവുമായി ബഹുമാനായ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ എത്തുകയുണ്ടായി. ഒരു സമരത്തെ എങ്ങനെയാണ് തുടക്കത്തിൽ തന്നെ സമരങ്ങളോടുള്ള അസഹിഷ്ണുതയാണ് ശ്രീ സതീശന്റെ ഗവൺമെന്റ് പ്രകടിപ്പിക്കുന്നതെങ്കിൽ വരും കാലങ്ങളിൽ AIYF-ന്റെയും AISF-ന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു സമരത്തിന്റെ പെരുമഴക്കാലം തന്നെ തീർക്കുവാൻ, ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനകീയ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരടിക്കുവാനുള്ള ഞങ്ങളുടെ പ്രതിബദ്ധത ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.